തൈറോയ്ഡ് രോഗവും ഗോയിറ്ററുള്ള രോഗികൾ പലപ്പോഴും ഈ കോളിഫ്ലവർ, ബ്രോക്കോളി, ക്യാബേജ് എന്നീ ഭക്ഷണങ്ങൾ എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു പരാതിയായിട്ട് വരാറുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ക്യാബേജും കോളിഫ്ലവറും ബ്രോക്കോളിയിലൊക്കെ തയോസൈനേറ്റ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. തയോസൈനേറ്റ് ഒരു ഗോയിറ്റർ ഉണ്ടാക്കുന്ന ഘടകമാണ്. അത് തൈറോയ്ഡ് ഹോർമോണിന്റെ രക്തത്തിലുള്ള ലെവൽ കുറച്ച് കുറയ്ക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഏത് രീതിയിൽ എടുക്കുമ്പോഴാണ് രോഗിക്ക് പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ക്യാബേജും കോളിഫ്ലവറും ബ്രോക്കോളിയും ഒക്കെ വളരെ കൂടുതൽ എടുക്കുകയാണ്. ഒരു ദിവസത്തിലുള്ള 500 ഗ്രാമിന്റെ മുകളിൽ എടുക്കുകയാണ്. ഈ എടുക്കുന്നത് നമ്മൾ റോ ആയിട്ട് കഴിക്കുക, ബോയിലൊന്നും ചെയ്യാതെ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ തയോസൈൻ ഘടകങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് അയഡിൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് ഈ ഗോയിറ്ററും തൈറോയിഡിന്റെ പ്രവർത്തനക്കുറവൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ വളരെ ചെറിയ അളവിൽ ഒരു ദിവസം ഒരു 100-150 ഗ്രാം വരെ ആഴ്ചയിൽ മിക്കവാറും ദിവസങ്ങളിൽ എടുത്താലും നമ്മൾ അത് ബോയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ, ബോയിൽ ചെയ്തെടുക്കുമ്പോൾ ഈ തയോസൈനേറ്റിന്റെ അളവൊക്കെ വളരെ നന്നായിട്ട് കുറയും, 80% മുകളിൽ കുറയും. അങ്ങനെയാണെങ്കിൽ അയഡിൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള, കേരളം ഒരു അയഡിൻ സഫീഷ്യൻ്റ് ഏരിയ ആണ്. കാരണം നമ്മളെല്ലാവരും അയഡിൻ സാൾട്ടാണ് മിക്കവാറും എല്ലാവരും എടുക്കുന്നത്. അത് മാത്രമല്ല പലരും കടൽ മത്സ്യങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളൊരു സംസ്ഥാനമായതിനാൽ ഈ ഒരു ചെറിയ അളവിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഗോയിറ്ററും തൈറോയ്ഡ് രോഗമുള്ള രോഗികൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല. നിങ്ങൾക്ക് ധൈര്യമായി കഴിക്കാം.